അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഗ്രീൻലാൻഡ് ആണോ? ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആ നിർണായക നീക്കം തുടങ്ങിക്കഴിഞ്ഞു. വെറുമൊരു പ്രസ്താവനയിൽ ഒതുങ്ങുന്നതല്ല ഇത്. ആവശ്യമെങ്കിൽ സൈനിക ശക്തി ഉപയോഗിച്ച് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനും തങ്ങൾ തയ്യാറാണെന്ന് വൈറ്റ് ഹൗസ് ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണന ആണെന്നാണ് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ആർട്ടിക് മേഖലയിൽ, അതായത് ഉത്തര ധ്രുവ മേഖലയിൽ യുഎസിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ ഈ പ്രദേശം അനിവാര്യമാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ഇതിനായി സൈനിക നടപടി ഉൾപ്പെടെയുള്ള എല്ലാ മാർഗങ്ങളും കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ ട്രംപിന്റെ പരിഗണനയിൽ ഉണ്ട്. ട്രംപിന്റെ മുതിർന്ന സഹായി സ്റ്റീഫൻ മില്ലർ വ്യക്തമാക്കിയത് ഗ്രീൻലാൻഡ് യുഎസിന്റെ ഭാഗമാകണമെന്നത് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഗ്രീൻലാൻഡിന്റെ ഭൂപടവും അതിനൊപ്പമുള്ള സൂൺ എന്ന വാക്കും അമേരിക്കയുടെ ഈ അധിനിവേശ മോഹം ഉടൻ യാഥാർത്ഥ്യമാകുമെന്നതിന്റെ സൂചനയായിട്ടാണ് ലോകം കാണുന്നത്. എന്താണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് യുഎസിന് ഗ്രീൻലാൻഡ് വേണ്ടത്? ഡെൻമാർക്കിന് കീഴിലുള്ള ഒരു അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. പ്രകൃതി വിഭവങ്ങളാലും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ടും ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഒരു നാറ്റോ അംഗവുമാണ് ഗ്രീൻലാൻഡ്. എന്നാൽ സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള ഡെൻമാർക്കിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് ഈ നീക്കത്തിന് മുതിരുന്നത് വെനസ്വേലയിൽ കടന്നുകയറി നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ അമേരിക്കൻ സൈന്യത്തിന് നടപടിക്ക് തൊട്ടു പിന്നാലെയാണ് ഗ്രീൻലാൻഡിന് മേലുള്ള ഈ കണ്ണുവെക്കൽ എന്നത് കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമാക്കുന്നുണ്ട്. ഈ നീക്കം വെറുമൊരു ഭൂമി ഇടപാടല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ ഈ കടന്നുകയറ്റ ശ്രമത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട്. അമേരിക്ക ഡെൻമാർക്കിനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നാറ്റോ സഖ്യത്തിന്റെ അന്ത്യത്തിന് തന്നെ കാരണമാകുമെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ ഗ്രീൻലാൻഡിന്റെ ഭാവിയെക്കുറിച്ച് ആരും അമേരിക്കയോട് പോരാടാൻ നിൽക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് വാഷിംഗ്ടണും ട്രംപും. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് സൈനിക നീക്കത്തിനുള്ള സാധ്യതകൾ ട്രംപ് തുറന്നിടുന്നുണ്ട്. ലോകത്തിന്റെ ഉത്തര ധ്രുവത്തിൽ പുതിയൊരു യുദ്ധത്തിന് അമേരിക്ക തിരികൊളുത്തുമോ? അതോ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുമോ? വരും ദിവസങ്ങളിൽ ഗ്രീൻലാൻഡിൽ നിന്ന് വരുന്നത് ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വാർത്തകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.